ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായില്ലേ നേരിട്ട് കണ്ടിട്ട്. ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ട്. നമ്മൾ വ്ളോഗിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നല്ലേ, ഉത്സവ സീസണൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു കരിമീൻ പൊള്ളിച്ചതാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇന്നൊരു 3 കരിമീൻ എടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം വലുപ്പമുള്ള ഒരു 3 കരിമീനാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി ഇതേ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊള്ളിച്ചത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ മീൻ വറുക്കത്തില്ലേ, അതേപോലെ തന്നെ സെയിം സ്റ്റെപ്പ്. ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ മീൻ വറുക്കില്ലേ, അതേപോലെ തന്നെ മീൻ അനുസരിച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇനി നന്നായിട്ട് ഈ മസാലയൊക്കെ ആ മീനകത്തൊന്ന് പുരട്ടുക. ഈ മസാലയൊക്കെ നന്നായിട്ട് മീനൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ എണ്ണ ചേച്ചാൽ എണ്ണയും കൂടെ ചേർക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ അതിലേക്ക് ഒന്ന് പിടിക്കും. നമ്മൾ മസാല പുരട്ടിയിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും വെച്ചേക്കണം കേട്ടോ, മസാലയൊക്കെ നന്നായിട്ട് അതിനകത്ത് പിടിക്കാനായിട്ട്. എന്നിട്ടേ വറുത്തെടുക്കാൻ പാടുള്ളൂ, ഉടനെ വറുക്കരുത്. മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. കരിമീനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർക്കാം കേട്ടോ, അതൊക്കെ ഓപ്ഷനിലാണ്, നമ്മുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ്, മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ ആ മസാലയൊക്കെ മീനിലേക്ക് പിടിക്കും. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാം. നമ്മൾ മീൻ മസാല പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കരിമീൻ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ടേ മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ, നല്ലോണം ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കരിമീൻ, മസാലയിൽ പുരണ്ട് കിടക്കുന്ന കരിമീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിച്ചെടുക്കാം. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും കൂടി നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഓവറായിട്ടൊന്നും കരിക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് പൊരിച്ച് കിട്ടിയാൽ മതി. മീൻ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. കരിമീൻ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മീനും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കരിമീനെല്ലാം നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. മീൻ വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ മസാലയും കൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ എണ്ണ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. സവാള അതേ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. ഞാൻ ഇന്നൊരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ട് കളറൊക്കെ മാറി നല്ല ഒരു ഗോൾഡൻ കളറാവുന്ന പോലെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് അല്ലെങ്കിൽ ഏത് മീൻ പൊള്ളിച്ചതായാലും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരാൻ കുറച്ച് ടിപ്സ് ഉണ്ട്. അതാണാലും പറഞ്ഞു തരാറില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സവാള ഒരിക്കലും വലുതായിട്ട് അരിയാൻ പാടില്ല. എപ്പോഴും ഇതുപോലെ ചെറുതായിട്ട് കുനുകുന ഒന്ന് കൊത്തി അരിഞ്ഞ് വേണം എടുക്കാൻ. പിന്നെ അത് നന്നായിട്ട് വഴറ്റണം. നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അരച്ചെടുക്കാനൊന്നും പാടില്ല. അരച്ചെടുത്ത് അതിൻ്റെ ടേസ്റ്റേ മാറും, ചെറിയൊരു കയ്പ്പ് രസമൊക്കെ ഉണ്ടാവും. അപ്പോൾ കുനുകുന അരിഞ്ഞിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ എത്രത്തോളം വഴറ്റി നന്നായിട്ട് എടുക്കണോ അത്രത്തോളം അതിന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുമ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ചെയ്ത് നോക്കാം. സവാള ഒരു ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഒന്ന് വഴണ്ടിട്ട് മാത്രം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ പച്ചമുളക് ചേർക്കാൻ പോവുകയാണ്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കുനുകുന അരിഞ്ഞെടുത്തതാണ്.
അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ആ ഒരു പച്ച മണം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറണം. നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേന് ആ മണമൊക്കെ ഒന്ന് മാറിക്കിട്ട് സവാള വഴണ്ടതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചേർക്കാവൂ കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി നേരിട്ട് ചേർക്കരുത്, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കുടംപുളിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതൊരു 2 തക്കാളി ഉണ്ട്, നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരുപാടൊന്നും വെന്ത് ഉടയണ്ട, ജസ്റ്റ് ഒന്ന് ഉടയാൻ തുടങ്ങിയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് കുഴഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി ചേർക്കാം. ഇതൊരു 2 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത് പൊടിച്ച ഉലുവയാണ് കേട്ടോ, കുറച്ച് മതി, ഒരുപാട് ചേർത്ത് അത് കഴിക്കും. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ പച്ച ചുവയും മണമൊക്കെ ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണം വരണം നമുക്ക്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാത്തിലും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഇച്ചിരി കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴയിലയിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. അപ്പം മസാലയും തയ്യാറാക്കി നമ്മൾ മീനും പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാഴയിലയിൽ പൊള്ളിക്കണം. അപ്പം അതിന് വേണ്ടി ഒരു വാഴയില എടുത്ത് നമ്മൾ ആദ്യമേ വാട്ടിയിട്ട് വെക്കുക. അതിൻ്റെ അടിയിൽ ഞാൻ വാഴയുടെ വള്ളി വെച്ചിട്ടുണ്ട് നമുക്ക് കെട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല ആദ്യം വാഴയിലേക്ക് വെക്കണം. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കാം. അതിൻ്റെ മുകളിലേക്കും കുറച്ച് മസാല തേച്ച് കൊടുക്കാം. കണ്ടോ? ഇനി നമുക്കിത് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊതിയാം. എന്നിട്ട് നമ്മുടെ വള്ളി എടുത്ത് ഒന്ന് കെട്ടി വെക്കാം. ഇവിടെയും കൂടി ഒന്ന് കെട്ടി കൊടുക്കാം. ഇനി ഈ 2 സൈഡും കൂടി മടക്കിയിട്ട് നമുക്കൊന്ന് കെട്ടി വെക്കാം. ഇനി ബാക്കിയുള്ള വള്ളികളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം.
നമുക്ക് ബാക്കിയുള്ള മീനും കൂടി ഇതുപോലെ വാഴയിലയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം. മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് നമ്മളൊരു തവ അടുപ്പത്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് എണ്ണ കൂടി അതിൻ്റെ ചുറ്റിലൊന്നും ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് എണ്ണ ആക്കി കൊടുക്കാം. ഈ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചിട്ട് ഓരോ സൈഡും ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഒരു മീനും കൂടെ ഉണ്ട്, നമുക്ക് അതുകൂടി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. നമ്മുടെ 3 കരിമീൻ ഇതേ നന്നായിട്ട് നമ്മൾ വാഴയിലേക്ക് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതേ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കിടിലമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അതൊന്ന് തണുത്തിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. കരിമീൻ പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതേ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ വാഴയുടെ വള്ളി ആയതുകൊണ്ട് പൊട്ടിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഹായ്, ദേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് മീനെടുത്ത് ദേ ഈ മസാലയിലൊക്കെ ഒന്ന് മുക്കി സൂപ്പർ ടേസ്റ്റ്. നമുക്കിനി ചോറിന് വേറെ കറി ഒന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാം. എന്ത് ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.